വർദ്ധിത വീര്യത്തോടെ ഭരണകക്ഷി അംഗങ്ങൾ അവരുടെ 1000 ശക്തിയുള്ള വലിയ 1000 നാവുള്ള അനന്തന്മാർ എന്നൊക്കെ പറയുന്ന അവരുടെ നേതാക്കളുടെ ബഹളങ്ങൾ, അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അവർ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നു. പ്രതിപക്ഷത്ത് നിന്നുയരുന്ന തങ്ങൾക്കെതിരായി ഉയരുന്ന ചെറിയ വിമർശനങ്ങളെപ്പോലും കൂവിയിരുത്താനുള്ള ആൾബലമുള്ള ഒരു സംഘം, പ്രതിപക്ഷത്താകട്ടെ ചിതറി നിൽക്കുന്ന ചില ഗ്രൂപ്പുകൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം എപ്പോഴും ജനാധിപത്യത്തിൽ, പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഭരണപക്ഷം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷവും. പക്ഷേ 2014 മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ പ്രതിപക്ഷ സാന്നിധ്യം തീരെ കുറവാണ്. 2014 കേവലം 44 സീറ്റുള്ള ഒരു സൈന്യത്തിൻ്റെ സേനാധിപനാണ് അന്ന് രാഹുൽ ഗാന്ധി. 202 നിന്ന് 44 ചുരുങ്ങിപ്പോയി നാമാവശേഷമായി പോയ ഒരു പാർട്ടിയെയും തൂക്കി കോരിയെടുത്തിട്ട് പാർലമെൻറ്റിൽ വരികയാണ് അദ്ദേഹം ചെയ്തത്. വളരെ ദുർബലനായിരുന്നു 2014 രാഹുൽ ഗാന്ധിയുടെ സ്ഥൈര്യതയിൽ പലരും സംശയം പ്രകടിപ്പിക്കുന്ന കാലം, രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വേണ്ടത്ര പിന്തുണയില്ലാത്ത കാലം, അതേ സമയത്ത് തന്നെ രാഹുലിൻ്റേതായ പലതരം പ്രവർത്തനങ്ങൾ വിമർശിക്കപ്പെടുകയും പാർലമെൻറ്റിൽ അദ്ദേഹം പലവട്ടം അപഹസിക്കപ്പെടുകയും ചെയ്തിരുന്ന കാലം. അക്കാലത്ത് പ്രതിപക്ഷത്തിൻ്റേതായി പാർലമെൻറ്റിൽ ഒരു കാലത്തും ഒരു ശബ്ദവും ഉയർന്നു വരാതിരിക്കുകയും ഞാൻ എന്നുള്ള ഭരണപക്ഷത്തിൻ്റെ ഏകാധിപത്യപരമായ പ്രഘോഷണങ്ങൾ മുഴങ്ങിക്കേൾക്കുകയും ചെയ്തിരുന്നൊരു കാലമാണ്. അതിൽ നിന്ന് ഒരേ ഒരു മാറ്റം ഉണ്ടായത് നിങ്ങൾ ഓർമ്മിക്കണം. 2018 ഒരു വിശ്വാസപ്രമേയ ചർച്ചയിൽ ഇടപെട്ട് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയും സാധാരണമായ ഒരു പ്രസംഗം നടത്തിയതിന് ശേഷം അദ്ദേഹം അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. അത് പാർലമെൻറ്റിൽ സാധാരണ പതിവുള്ള ഒന്നല്ല, ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായൊരു സന്ദർഭമായിരുന്നു. അത് 2014 തുടക്കം മുതൽ നിശബ്ദനായി നിൽക്കുകയും പലപ്പോഴും കാരണങ്ങളില്ലാതെ പാർലമെൻറ്റിൽ നിന്ന് വിട്ടു നിൽക്കുകയൊക്കെ ചെയ്തിരുന്ന രാഹുൽ ഗാന്ധി ഒരൊറ്റ നിമിഷത്തിൽ പ്രധാനമന്ത്രിയെ ആലിംഗനം ചെയ്യുകയും പിറ്റേ ദിവസം ടെലഗ്രാഫ് പത്രമൊക്കെ അതിനെ വലിയ തോതിൽ ആഘോഷിക്കുന്നുണ്ട്. കൊടുങ്കാറ്റ് പോലുള്ള ആലിംഗനം എന്നൊക്കെ പറഞ്ഞ് 56 ഇഞ്ചിനെ ഞെരിച്ചുടച്ച ആലിംഗനം എന്നെല്ലാം പറഞ്ഞ് രാഹുലിൻ്റെ ആത്മവിശ്വാസം രാഹുൽ വീണ്ടെടുത്തു എന്ന രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് ഒരാളെ ആലിംഗനം ചെയ്യുക എന്ന് പറയുന്ന വളരെ സാധാരണമായ ആ പ്രക്രിയ അന്ന് അതിഗംഭീരമായി ആഘോഷിക്കപ്പെടാനുള്ള കാരണം നമ്മുടെ ജനാധിപത്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ജനാധിപത്യത്തിനെ സുന്ദരമാക്കുന്ന സംവാദാത്മകതയും ജനാധിപത്യത്തെ സുന്ദരമാക്കുന്ന പരസ്പര ബഹുമാനവും ജനാധിപത്യത്തെ സുന്ദരമാക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരാശ്ലേഷവും അവിടെ സംഭവിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അത് രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ ആലിംഗനം പ്രതിപക്ഷ നിരയിൽ നൽകിയ ഉണർവ് പക്ഷെ തിരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. 2019 വീണ്ടും ദയനീയമായി കോൺഗ്രസ് തോൽക്കുകയാണുണ്ടായത്. വെറും 8 സീറ്റിൻ്റെ വർധനയുണ്ടായി. 52 സീറ്റുമായി കോൺഗ്രസിന് വീണ്ടും പാർലമെൻറ്റിൽ എത്തേണ്ടി വന്നു. ആ 52 സീറ്റുമായി എത്തുന്ന സമയത്തുള്ള ഏറ്റവും വലിയ രാഹുൽ ഗാന്ധി നേരിട്ട വലിയ പ്രയാസങ്ങളിലൊന്ന്, പ്രതിസന്ധികളിലൊന്ന്, രാഹുൽ ഒരു തോറ്റ MP കൂടിയായിരുന്നു. അദ്ദേഹം അമേത്തിയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിട്ടാണ് വയനാട്ടിൽ നിന്ന് ജയിച്ച MP ആയി എത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ തട്ടകമായ അമേത്തി, തട്ടകം നഷ്ടപ്പെട്ട ഒരു നായകനെ പോലെയാണ് അദ്ദേഹം 2019 എത്തുന്നത്. ഒരു തോറ്റ യുദ്ധത്തിൽ മുറിവേറ്റ നായകനെ പോലെ രാഹുലിനെയാണ് നിങ്ങൾ 2019 ഇന്ത്യൻ പാർലമെൻറ്റിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ രാഹുലിൽ നിന്ന് വലിയ ഇടപെടലുകളൊന്നും തന്നെ പാർലമെൻറ്റിൽ നടത്താൻ കഴിഞ്ഞില്ല. കാരണം ചിതറി നിൽക്കുന്ന പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിനിടയിൽ യാതൊരു തരത്തിലുള്ള ഐക്യവും ഒന്നുമില്ലാത്തൊരവസ്ഥ. അതേസമയം 2014 കൂടിയ ഭൂരിപക്ഷവുമായി തികച്ചും ഒറ്റയ്ക്കുള്ള ഭരണം നടത്തുന്ന കരുത്തന്മാരായ ഒരു ഭരണപക്ഷം. ഇതിനിടയിൽ ഞെരിഞ്ഞമർന്നു പോയ ഒരു പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നതേയില്ല എന്ന് മാത്രമല്ല, വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട യുഗത്തിലൂടെ നാം കടന്നുപോയി എന്നുകൂടി മനസ്സിലാക്കണം. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. ആ ശബ്ദങ്ങളെയൊക്കെ ക്രൂരമായി ഇല്ലാതാക്കുന്ന അങ്ങേയറ്റം പാർലമെൻ്ററി വിരുദ്ധമായിട്ടുള്ള നടപടികൾക്ക് പോലും ഇന്ത്യൻ പാർലമെൻറ്റ് വേദിയാവുകയുണ്ടായി. ഇപ്പോഴത്തെ സ്പീക്കറായിട്ടുള്ള ഓം പ്രകാശ് ബിർള അന്നും ഉണ്ടല്ലോ, ഒരു സാധാരണ പ്രതിഷേധത്തിൽ പങ്കെടുത്ത MP-മാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുക, അല്പമെങ്കിലും ശബ്ദമുയർത്താൻ ശ്രമിച്ചു തുടങ്ങിയിരുന്ന രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുക,
നരേന്ദ്രമോദിയെ നേർക്കുനേർ വെല്ലുവിളിച്ച മഹുവ മൈത്രയെ കേസിൽ കുടുക്കി അയോഗ്യയാക്കുക, ഇങ്ങനത്തെ ഒരുപാട് പ്രവണതകൾ നടത്തുകയും പ്രതിപക്ഷത്തെ പൂർണ്ണമായും വെട്ടിയരിഞ്ഞ് ഏകപക്ഷീയമായ ഒരു തിരഞ്ഞെടുപ്പ് ജയിച്ച് ഈ രാജ്യത്തിൻ്റെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന ആത്മവിശ്വാസവുമായാണ് 2024 BJP ഒരു ഇലക്ഷനിലേക്ക് പോകുന്നത്. ആ സമയമാകുമ്പോഴേക്കും പക്ഷേ ഈ രാജ്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഓർമ്മകളെ അന്തരാവഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിന് ഗാന്ധിയുടെ വലിയ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചയുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കാൽനട കൊണ്ട് വെല്ലുവിളിച്ച ചരിത്രമുണ്ട് മഹാത്മാഗാന്ധിക്ക്. ദണ്ഡി യാത്ര അങ്ങനെ ഒന്നാണ്. ആ യാത്രയെ അനുസ്മരിപ്പിക്കും പോലെ രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്ര രാഹുൽ ഗാന്ധിയെ നവീകരിച്ചു എന്നതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന തളർന്നു കിടന്ന ഞരമ്പുകളെ മുഴുവൻ ഉത്തേജിപ്പിക്കുകയും വർദ്ധിത വീര്യത്തോടെ കോൺഗ്രസ് സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും ചെയ്യുന്ന കാഴ്ചയ്ക്ക് 2024 തെരഞ്ഞെടുപ്പ് വേദിയായി.